പത്തനംതിട്ടയിൽ CPM നേതൃത്വത്തിനെതിരെ പരാതിയുമായി പെട്രോൾ പമ്പ് ഉടമ. പെട്രോൾ പമ്പ് സംരംഭം അടച്ചുപൂട്ടിക്കാൻ 3 CPM നേതാക്കൾ ശ്രമിക്കുന്നതായിട്ടാണ് പരാതി. തണ്ണിത്തോട് ലോക്കൽ സെക്രട്ടറി KV സുഭാഷ്, പെരിനാട് ഏരിയ കമ്മിറ്റി അംഗം പ്രവീൺ പ്രസാദ്, തണ്ണിത്തോട് ലോക്കൽ കമ്മിറ്റി അംഗം അജേഷ് എന്നിവർക്കെതിരെയാണ് പരാതി. പമ്പിലെ ഇന്ധനത്തിന് ഗുണമേന്മയില്ലെന്ന് നേതാക്കൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്ന് പരാതിയിൽ പറയുന്നു. പണം ആവശ്യപ്പെട്ടിട്ടും നൽകാത്തതിന്റെ വൈരാഗ്യമാണ് ഇതിന് പിന്നിലെന്നും പമ്പുടമ ദീപക് പറഞ്ഞു. കഴിഞ്ഞ 3.5 വർഷമായിട്ട് സോഷ്യൽ മീഡിയ വഴിയും പമ്പിന്റെ ഗുണനിലവാരം, അതായത് ഇവിടുത്തെ കൊടുക്കുന്ന ഇന്ധനത്തിന് ഗുണനിലവാരമില്ലെന്ന് പോലും അവർ പറയുകയുണ്ടായി സോഷ്യൽ മീഡിയ വഴി. എന്താ അവരുടെ അജണ്ട വേറെ എന്നാണ്, ഈ സ്ഥാപനം ഒന്ന് പൂട്ടിക്കണം എന്ന് മാത്രം. CPM എന്ന പാർട്ടിക്കകത്ത് ഉള്ള ഈ പഴയ LC സെക്രട്ടറിയായ പ്രവീൺ പ്രസാദും ഇപ്പോഴത്തെ LC സെക്രട്ടറിയായ സുഭാഷും അതുപോലെ ബ്രാഞ്ച് സെക്രട്ടറി അജീഷ്, ഈ 3 വ്യക്തികളാണ് ഞങ്ങൾ അന്യായമായി ടോർച്ചർ ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന ഞാൻ ആരോപണം ഉന്നയിച്ച ഈ വ്യക്തിക്ക് ഞാൻ ആളുടെ വെഡികൾ ക്രെഡിറ്റ് കൊടുക്കുമായിരുന്നു. ഒരുപാട് ഔട്ട്സ്റ്റാൻഡിംഗ് കിട്ടപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അതിനുള്ള പ്രതികാര നടപടി ഒന്നുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു. പ്രവീൺ പുരുഷോത്തമൻ, ഗുണനിലവാരം യഥാർത്ഥത്തിൽ കുറവുണ്ടോ ഇവിടെ ഈ പമ്പിൽ? ഗുഡ് മോർണിംഗ് അരുൺ. പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ ദക്ഷിണ എന്ന പേരിൽ പെട്രോൾ പമ്പ് നടത്തുന്ന അതിൻ്റെ ഉടമയാണ് ഇപ്പോൾ പരാതിയുമായി വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ദീപക് എന്നാണ്. ദീപകിൻ്റെ പ്രധാനപ്പെട്ട പരാതി 3 CPIM നേതാക്കൾക്കെതിരെയാണ്. അത് തണ്ണിത്തോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുഭാഷ്, പെരിനാട് ഏരിയ കമ്മിറ്റി അംഗം പ്രവീൺ, ഒപ്പം തന്നെ തണ്ണിത്തോട് ലോക്കൽ കമ്മിറ്റി അംഗം അജേഷ് എന്നിവർക്കെതിരെയാണ് ഇദ്ദേഹത്തിൻ്റെ പരാതി. നാം നേരത്തെ ആ പരാതിയിൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങളിലാണ് പരാതി അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഒന്ന്, പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട ഇന്ധനത്തിന് ഗുണമേന്മയില്ല എന്ന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. 2, അദ്ദേഹം ഈ പണപ്പിരിവ് നടത്തി എന്ന് വാക്കാൽ പറയുന്നില്ല, എങ്കിൽ പോലും അദ്ദേഹം സൂചിപ്പിക്കുന്നത് പണം ആവശ്യപ്പെട്ടിട്ടും അത് നൽകിയില്ല, അതിൻ്റെ വൈരാഗ്യമുണ്ട് എന്ന് ഈ പെട്രോൾ പമ്പ് ഉടമ പറയുന്നു. 3-ാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുള്ളത്. ഈ പെട്രോൾ പമ്പിന് മുൻവശത്ത് കൂടി PWDയുടെ ഒരു ഓട നിർമ്മാണം നടന്നിരുന്നു. പക്ഷേ ഈ പെട്രോൾ പമ്പിൻ്റെ മുൻവശം 27 മീറ്റർ ഭാഗം തങ്ങളുടെ സ്വന്തം ചെലവിൽ ഓട നിർമ്മിക്കാമെന്ന് PWDയെ ഈ പെട്രോൾ പമ്പ് ഉടമ അറിയിച്ചിരുന്നു. അതിൻ്റെ ഒരു അപേക്ഷ അദ്ദേഹം ഇമെയിൽ പ്രകാരം തന്നെ പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിന് അയച്ചിരുന്നു. അതിന് അനുകൂലമായിട്ടുള്ള മറുപടി പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിൽ നിന്ന് ലഭിച്ചു. അതിൽ പ്രകാരം 27 മീറ്റർ നീളത്തിൽ അവിടെ ഓട നിർമ്മിക്കുന്ന ആ ഒരു പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടെ CPIM നേതൃത്വം പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിന് ഒരു പരാതി കൊടുത്തു എന്നാണ് ഈ ദീപക് പ്രധാനമായിട്ടും പറയുന്നത്. അതായത് പെട്രോൾ പമ്പിൻ്റെ സൈൻ ബോർഡ് അത് റോഡിലേക്ക് ഇറക്കിയാണ് വെച്ചിരിക്കുന്നത്, അത് എടുത്തു മാറ്റണം, സർക്കാർ ഭൂമിയിലാണ് ആ ബോർഡ് ഇരിക്കുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു പരാതി പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിലേക്ക് പോയി എന്നാണ് ദീപക് പറയുന്നത്. ഇതിൽ പ്രകാരം പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിൽ നിന്ന് ഒരു സ്റ്റോപ്പ് മെമ്മോ ഈ പെട്രോൾ പമ്പ് ഉടമയ്ക്ക് ലഭിച്ചു. അത് പ്രകാരം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നിർമ്മാണം നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ ഓട അവിടെ നിർമ്മിക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ഭാരമുള്ള വാഹനങ്ങൾ ഈ പെട്രോൾ പമ്പിലേക്ക് കയറി വരും, അപ്പോൾ അതിന് കൂടുതൽ ഉറപ്പ് വേണം. അതുകൊണ്ടാണ് സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി അവിടെ ഓട നിർമ്മിക്കാമെന്ന് തീരുമാനിച്ചതെന്ന് ദീപക് പറയുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം ഈ പെട്രോൾ പമ്പ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതേസമയം തന്നെ ഈ CPM നേതൃത്വത്തിന്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. പ്രധാനമായും പെരിനാട് ഏരിയ കമ്മിറ്റി അംഗം പ്രവീൺ പറയുന്നത് തങ്ങൾ ഒരു പണപ്പിരിവും ഈ പെട്രോൾ പമ്പ് ഉടമയിൽ നിന്നും നടത്തിയിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിവ് ഹാജരാക്കൂ എന്നാണ് അവർ പറയുന്നത്. അതേസമയം തന്നെ ഈ ഓട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത് ആരാണെന്ന് അറിയില്ല എന്നും CPIMന്റെ പെരിനാട് ഏരിയ കമ്മിറ്റി അംഗം പ്രവീൺ പറയുന്നുണ്ട്. അതായത് അടിസ്ഥാനരഹിതമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. മീട്രോളജി ഡിപ്പാർട്ട്മെന്റും അതിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്ന അധികാരികളും ഒക്കെ അത്തരത്തിലൊരു കംപ്ലൈന്റും ഈ സ്ഥാപനത്തിനെതിരെ നൽകിയിട്ടില്ലല്ലോ നിലവിൽ ഇതുവരെ. നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPIM നേതൃത്വവുമായി അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഈ തണ്ണിത്തോട് എന്നുള്ളത് ഒരു റിമോട്ട് ഏരിയയാണ്, അതായത് പത്തനംതിട്ടയിൽ നിന്നും കിലോമീറ്ററുകൾ ദൂരെ മാറിയുള്ള ഒരു സ്ഥലമാണ്, ഒരു ഗ്രാമീണ മേഖലയാണ്. അവിടെ ഈ ഒരു പെട്രോൾ പമ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് 18-20 കിലോമീറ്റർ കഴിഞ്ഞ് മാത്രമേ മറ്റൊരു പെട്രോൾ പമ്പ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള മലയോര മേഖലയിലെ ആളുകളെല്ലാം ആശ്രയിക്കുന്നത് ഈ പെട്രോൾ പമ്പിനെയാണ്. ഇവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, 500-ലധികം ആളുകൾ ഒക്കെയുള്ള പല വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അവിടെ ഇത് സംബന്ധിച്ച് ചില ചർച്ചകൾ വരാറുണ്ട്. ചില സമയത്ത് പമ്പിൽ ആവശ്യത്തിന് ഇന്ധനം ലഭിക്കുന്നില്ല എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ചയാകാറുണ്ട്. അപ്പോൾ ആ സമയത്ത് തങ്ങളും പെട്രോൾ അവിടെ ഇല്ലല്ലോ എന്നുള്ള ഒരു അഭിപ്രായം മാത്രമാണ് രേഖപ്പെടുത്തിയതെന്നാണ് CPIM നേതൃത്വം പറയുന്നത്. അത് ഈ സംരംഭകരെ അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ല. ഇനി ഗുണനിലവാരത്തിന്റെ കുറവുണ്ടെങ്കിൽ അത് സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ല പങ്കുവെക്കേണ്ടത്, അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിനുള്ള നടപടിയെടുക്കണം. അത് തെളിയിക്കാൻ ആവശ്യമായി ഓരോ പൗരനും അവിടുത്തെ ഗുണനിലവാരം പരിശോധിക്കാൻ കഴിയും.
കഴിയും. അതിൻ്റെയൊക്കെ സൂചികകൾ ഓരോ പമ്പിലും എഴുതി വെച്ചിട്ടുണ്ടാവും സൂക്ഷ്മമായിട്ട്. എത്ര അതിനകത്ത് കലർപ്പുണ്ട്, മായമുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.